ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുകയുണ്ടായി. അതേപോലെ തന്നെ വിവിധ തരം എക്സിക്യൂട്ടീവുകൾ മൂന്ന് തരത്തിലുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പ്രസിഡൻഷ്യൽ, പാർലമെന്ററി, അർദ്ധ പ്രസിഡൻഷ്യൽ, സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം, അങ്ങനെ മൂന്നെണ്ണത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ പ്രസിഡൻഷ്യൽ സിസ്റ്റവും പാർലമെന്ററി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും പാർലമെന്ററി എക്സിക്യൂട്ടീവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം ആണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണെന്നുള്ളതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പ്രസിഡൻഷ്യൽ സമ്പ്രദായവും പാർലമെന്ററി സമ്പ്രദായവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഈ പാർലമെന്ററി സിസ്റ്റത്തില് ഒരു നാമമാത്രമായ ഭരണത്തലവനാണ് രാഷ്ട്രത്തിന്റെ നേതൃത്വം വഹിക്കുന്നുണ്ടായിരിക്കുക. നാമമാത്രമായ അധികാരം മാത്രമേ രാഷ്ട്രത്തലവന് ഉണ്ടായിരിക്കുള്ളൂ. ആരാണ് രാഷ്ട്രത്തലവൻ? പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റിന് വെറും നാമമാത്രമായ അധികാരം, നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് പ്രസിഡന്റ്. നാമമാത്രമായ അധികാരമാണ് ഉണ്ടായിരിക്കുള്ളൂ. ഹി ഡസ് നോട്ട് എക്സസൈസ് എനി റിയൽ പവർ. യഥാർത്ഥ ഭരണാധികാരി പ്രസിഡന്റ് ആയിരിക്കുകയില്ല. ഈ രാഷ്ട്രത്തലവനായിരിക്കില്ല യഥാർത്ഥ ഭരണാധികാരി. അതാണ് പാർലമെന്ററി വ്യവസ്ഥയില്. യഥാർത്ഥ ഭരണാധികാരി ആരാണ്? പാർലമെന്ററി സിസ്റ്റത്തില് പ്രധാനമന്ത്രി ആയിരിക്കും. പ്രൈം മിനിസ്റ്റർ ആണ് യഥാർത്ഥ ഭരണാധികാരി. പ്രസിഡന്റ് വെറും നാമമാത്രമായ ഭരണാധികാരി ആയിരിക്കും. നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് പ്രസിഡന്റ്. റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് അങ്ങനെയല്ല. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് പ്രസിഡന്റ് തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ അധികാരി. യഥാർത്ഥ ഭരണാധികാരിയും രാഷ്ട്രത്തലവനും ഒരാൾ തന്നെയായിരിക്കും. പ്രസിഡന്റ് തന്നെയായിരിക്കും. പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. രാഷ്ട്രതലവനും യഥാർത്ഥ ഭരണാധികാരിയും പ്രസിഡന്റ് തന്നെയായിരിക്കും. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് പാർലമെന്ററി വ്യവസ്ഥയിലെ കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. പാർലമെന്ററി വ്യവസ്ഥയില് എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഈ നിയമനിർമ്മാണ സഭയായിരിക്കും കാര്യനിർവഹണ വിഭാഗത്തിന്റെ കാലാവധി തീരുമാനിക്കുന്നത്. ആ കാലാവധി കാര്യനിർവഹണ വിഭാഗത്തിന്റെ കാലാവധി തീരുമാനിക്കുന്നത് നിയമനിർമ്മാണ സഭയായിരിക്കും. ലെജിസ്ലേച്ചർ വിച്ച് ഡിസൈഡ് ദ ടെനർ ഓഫ് എക്സിക്യൂട്ടീവ്. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലോ പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ഫോർ എ ഫിക്സഡ് ടേം. പ്രസിഡന്റിനെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഹി ഈസ് ഇൻഡിപെൻഡന്റ് ഫോർ ദ ലെജിസ്ലേച്ചർ ആസ് ഫാർ ആസ് ഹിസ് ടേം ഓഫ് ഓഫീസ് ഈസ് കൺസേൺഡ്. അദ്ദേഹത്തിന്റെ കാലാവധി വെച്ച് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് സ്വതന്ത്രനായിരിക്കും. അദ്ദേഹത്തിന് ഈ നിയമനിർമ്മാണ സഭയോട് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. അപ്പൊ അതാണ് രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. പാർലമെന്ററി വ്യവസ്ഥയിൽ മന്ത്രിമാർക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തമാണ് ഉണ്ടായിരിക്കുക. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. മന്ത്രിസഭയോട് കൂട്ടുത്തരവാദിത്തമായിരിക്കും. ലെജിസ്ലേച്ചറിനോട് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന്റെ സബോർഡിനേറ്റ്സ് ആയിരിക്കും. മിനിസ്റ്റേഴ്സ് ആർ ദ സബോർഡിനേറ്റ്സ് ഓഫ് പ്രസിഡന്റ്. കീഴുദ്യോഗസ്ഥരായിരിക്കും. പ്രസിഡന്റിന്റെ കീഴുദ്യോഗസ്ഥരാണ് മിനിസ്റ്റേഴ്സ്. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ആർ ക്ലോസ്ലി റിലേറ്റഡ്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടായിരിക്കും പാർലമെന്ററി സിസ്റ്റത്തിൽ. എന്നാൽ പ്രസിഡൻഷ്യലിലോ എക്സിക്യൂട്ടീവ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൽ നിന്നും വേറിട്ട് നിൽക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. അപ്പൊ അതാണ് നാലാമത്തെ ഡിഫറൻസ്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും പാർലമെന്ററി സിസ്റ്റത്തിൽ. എന്നാൽ എക്സിക്യൂട്ടീവ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ലെജിസ്ലേച്ചർ ഇൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം. അടുത്ത ഡിഫറൻസ് ആയിട്ട് വരുന്നത് the prime minister can advise the head of the state to dissolve the lower house of parliament. lower house ഏതാണ് വരുന്നത്? ലോകസഭയാണ്. ലോകസഭ പിരിച്ചുവിടാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ പ്രസിഡന്റിനോട് നിർദ്ദേശിക്കാം. അതിനുള്ള അവകാശം, അതിനുള്ള അധികാരം പാർലമെന്ററി വ്യവസ്ഥയിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രസിഡൻഷ്യലില് പ്രസിഡന്റ് കനോട്ട് ഡിസോൾവ് പാർലമെന്റ്. പ്രസിഡന്റിന് പാർലമെന്റിനോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പ്രസിഡന്റ് അതിൽ അംഗമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിന് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കില്ല. അതാണ് അഞ്ചാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് നോ ഫ്രീ ചോയ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് മിനിസ്റ്റേഴ്സ്.
പാർലമെന്ററി വ്യവസ്ഥയിൽ രാഷ്ട്രതലവന് മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കില്ല. പ്രധാനമന്ത്രിയുടെ ഉപദേശത്തിനനുസരിച്ചിട്ടാണ് പ്രസിഡന്റ് മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രിക്കാണ് മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാന പങ്ക് ഉള്ളത്. എന്നാ പ്രസിഡൻഷ്യലില് അങ്ങനെയല്ല. The president has a free hand in the appointment of ministers. മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന്റെ സബോർഡിനേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിനെ ഈ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യ അഡോപ്റ്റഡ് ദ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇനി അതിനുള്ള റീസൺസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭരിച്ചിരുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത് ഈ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. അത് തന്നെ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പാസാക്കിയ പല ആക്ടുകളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1919 1935 പാസാക്കിയിട്ടുള്ള ആക്ടുകളെല്ലാം തന്നെ പാർലമെന്ററി വ്യവസ്ഥയിലുള്ള ഭരണമായിരുന്നു ഇന്ത്യയിൽ വേണ്ടത് എന്ന് പറയുന്ന നിയമങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് അത്രയും ഫെമിലിയർ ആയിരുന്നു. അതിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ പാർലമെന്ററി സിസ്റ്റത്തിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളതും അത് ഇന്ത്യക്ക് അനുയോജ്യമാണെന്നും നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കള് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഈ പാർലമെന്ററി സിസ്റ്റം സ്വീകരിച്ചത്. അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വബോധമുള്ള ഗവൺമെന്റിനെ രൂപീകരിക്കാൻ ഏറ്റവും നല്ലത് പാർലമെന്ററി സിസ്റ്റമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ജനപ്രതിനിധികൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവരെ വിജയിപ്പിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിക്കണം എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് അവര് ഉത്തരവാദിത്തത്തോടു കൂടി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിലും ഈ പാർലമെന്ററി സിസ്റ്റമാണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ ഈ പാർലമെന്ററി സിസ്റ്റം സ്വീകരിച്ചത്. ഇവിടെ പാർലമെന്ററി എക്സിക്യൂട്ടീവിനെ ലെജിസ്ലേച്ചറിനും നിയന്ത്രിക്കാനായി സാധിക്കും, ലെജിസ്ലേച്ചറിനെ എക്സിക്യൂട്ടീവിനും നിയന്ത്രിക്കാനായി സാധിക്കും. അങ്ങനെ പരസ്പരം അധികാരങ്ങൾ വിഭജിക്കുകയും ഓരോ ആളുകളും പരസ്പരം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്തപൂർണ്ണമായ ഗവൺമെന്റിനെ രൂപീകരിക്കാനായി നമുക്ക് സാധിക്കും. അതാണ് ഒരു റീസൺ ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് നമ്മൾ സ്വീകരിച്ചതെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ആർക്കാണ് പ്രാധാന്യം? പ്രസിഡന്റിനാണ്. പ്രസിഡന്റാണ് രാഷ്ട്രതലവനും യഥാർത്ഥ ഭരണാധികാരിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ആരാധന പരിവേഷമായിരിക്കും ഉണ്ടായിരിക്കുക. അത് അദ്ദേഹത്തെ പലപ്പോഴും സ്വേച്ഛാധിപത്യത്തിലേക്ക് എത്തിക്കാം. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാനായി പാർലമെന്ററി സിസ്റ്റം ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ നമ്മളെ പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഈ കാരണമൊക്കെ തന്നെയാണ് നമ്മൾ പാർലമെന്ററി സിസ്റ്റം സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. നാഷണൽ ലെവലിലാണെങ്കിൽ പ്രസിഡന്റാണ് ഏറ്റവും ഉന്നത അധികാരി. അദ്ദേഹത്തിന്റെ താഴെ പക്ഷെ പ്രസിഡന്റാണ് ഉന്നത അധികാരി, രാഷ്ട്രതലവൻ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ. നോമിനൽ എക്സിക്യൂട്ടീവ് മാത്രമാണ് പ്രസിഡന്റ്. അപ്പൊ പ്രസിഡന്റാണ് ഏറ്റവും ഉന്നത അധികാരി. അദ്ദേഹത്തിന്റെ താഴെയായി പ്രൈം മിനിസ്റ്റർ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യയിലെ യഥാർത്ഥ ഭരണാധികാരി ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ താഴെ സിവിൽ സർവൻസും ഉണ്ടായിരിക്കും. അപ്പൊ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സിവിൽ സർവൻസ്, അങ്ങനെയാണ് ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് വരുന്നത്. പ്രസിഡന്റിന് സഹായിക്കാനായി ഒരു വൈസ് പ്രസിഡന്റും ഉണ്ടായിരിക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സിവിൽ സർവൻസ്, അങ്ങനെയാണ് ഇന്ത്യയിലെ നാഷണൽ ലെവലിലുള്ള എക്സിക്യൂട്ടീവ് വരുന്നത്. ഇനി സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഗവർണർ ഉണ്ടായിരിക്കും. ഗവർണറുടെ താഴെയായി ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയുടെ താഴെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ദെൻ സിവിൽ സർവൻസ്. അങ്ങനെയാണ് സ്റ്റേറ്റ് ലെവലിലെ എക്സിക്യൂട്ടീവ് വരുന്നത്. ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സിവിൽ സർവൻസ്. ഗവർണർ, അദ്ദേഹത്തിന്റെ താഴെ മുഖ്യമന്ത്രിയുടെ താഴെയായി മന്ത്രിസഭ, സിവിൽ സർവൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും എക്സിക്യൂട്ടീവ് വരുന്നത്.
ഇനി നമുക്ക് ഇതിൽ ഓരോരുത്തരെയും ഈ നാഷണൽ ലെവലിൽ വരുന്ന എക്സിക്യൂട്ടീവിൽ ഓരോരുത്തരെയും കുറിച്ച് പറയാനുണ്ട്. പ്രസിഡന്റിനെ കുറിച്ച്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, മന്ത്രിസഭ, അങ്ങനെ ഓരോന്നിനും കുറിച്ച് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.